ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ പിടിമുറുക്കിയ അതിശൈത്യം. ഡൽഹിയിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിലും താഴെ എത്തി. വായു മലിനീകരണവും വർദ്ധിച്ചു. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഇത്തവണ ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കം മഞ്ഞുവീഴ്ച നേരത്തെയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഉത്തരേന്ത്യയിൽ ശൈത്യം നേരത്തെ എത്തി. ജമ്മുകാശ്മീർ മുതൽ എല്ലാ സംസ്ഥാനങ്ങളും തണുത്തുവിറയ്ക്കുകയാണ്. കാശ്മീരിലെ ഡാൽ തടാകം തണുത്തുറഞ്ഞ് ഐസ്പാളികൾ രൂപപ്പെട്ടു. ലഡാക്കിൽ പകൽ സമയത്തും താപനില -15 ഡിഗ്രി സെൽഷ്യസ് വരെയെത്തും. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ 20 വർഷങ്ങൾക്കിപ്പുറമാണ് ഡിസംബർ മാസത്തിൽ മഞ്ഞ് വീണു തുടങ്ങിയത്. മണാലിയിൽ പകൽ സമയങ്ങളിൽ താപനില 1 ഡിഗ്രിയിലും രാത്രികാലങ്ങളിൽ അത് -9 വരെയും എത്തി. രാജ്യതലസ്ഥാനത്ത് താപനില പലപ്പോഴും 5 ഡിഗ്രി സെൽഷ്യസിലും താഴുകയാണ്. പുലർച്ചെ സമയങ്ങളിൽ 2 ഡിഗ്രി വരെ ഡൽഹിയിലെ താപനില എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയത്. അതിശൈത്യത്തിനൊപ്പം വായു മലിനീകരണവും ഡൽഹിയിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. വായു ഗുണനിലവാരം മെച്ചപ്പെടാത്തതിനാൽ തന്നെ വാഹന നിയന്ത്രണമടക്കം ഡൽഹിയിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്തെ വായു കൂടുതൽ മലിനപ്പെടാനും താപനില താഴാനും ഇടയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജനം, ഡൽഹി.